എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് ഏവർക്കും സ്വാഗതം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അനിഴം നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ 2025. Knight of Swords, Hanged Man, Three of Wands, Page of Wands, Knight of Wands, Nine of Pentacles, Energy Connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഒരു മാസം എന്ന് പറയുന്നത് ഒത്തിരി വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ വീണ്ടെടുക്കുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആദ്യം തന്നെ നൈറ്റ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സാഹചര്യത്തിനനുസരിച്ചിട്ടും ഒക്കെ പലരുടെയും പുറകെ പലതിനു വേണ്ടിയിട്ട് നടക്കേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹതാപത്തിൻ്റെ മേൽ അല്ലെങ്കിൽ മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്ത് ജീവിതം മുന്നോട്ടേക്ക് നീക്കേണ്ടി വന്നിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ളവരെ സംബന്ധിച്ച് സ്വന്തമായിട്ട് ഇനി മുതൽ ഒന്നിനെയും ആരെയും ചേസ് ചെയ്യുന്നില്ല, ആരുടെയും പുറകെ പോകുന്നില്ല. സ്വന്തമായിട്ട് സ്വന്തം തീരുമാനങ്ങൾക്ക് സ്വന്തം ഇഷ്ടത്തിന് ജീവിതം മുന്നോട്ടേക്ക് പോകുന്നു, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. ലൈഫ് നിങ്ങൾ ഏത് രീതിയിലാണോ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അതേ രീതിയിലേക്ക് കൂടെ കൊണ്ടുപോകാൻ മറ്റുള്ളവരുടെ ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് കടക്കുന്ന ഒരു രീതിയാകാം. അതുകൊണ്ട് തന്നെ പല ആളുകളും പല തീരുമാനങ്ങളും പൊതുവെ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്ത് ചെയ്യണമെന്നുള്ളത് സ്വയം ആലോചിക്കാതെ മറ്റൊരാളോട് ചോദിച്ചിട്ട് അവരെന്ത് തീരുമാനിക്കുന്നു അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്ന് തീരുമാനിക്കാവുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നൈറ്റ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അത് ലൈഫിൽ നിങ്ങൾ വളരെയധികം ഒത്തിരി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ട് തളർത്തിയിട്ടുള്ള പല ആളുകളുടെയും കൂടെ നിങ്ങൾ അതായത് ബന്ധം കളയേണ്ടതെന്ന് വിചാരിച്ചിട്ട് നിന്നിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് മാറി മറ്റാളുകളുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നില്ല എന്നുള്ളതാണ്. വളരെയധികം ഫോക്കസ്ഡ് ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ എന്താണോ നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നേടാൻ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇരുന്നിരുന്ന വ്യക്തികൾ ജീവിത ലക്ഷ്യം എന്താണോ അതിന് വേണ്ടിയിട്ട് മുഴുവനായിട്ട് പരിശ്രമിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ചിന്തകൾ വളരെയധികം വ്യക്തമാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളത്. അത് ഏത് കാര്യത്തെ സംബന്ധിച്ചിട്ടാണ് എങ്കിലും ഇപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന ചിന്തകളായിരിക്കാം. ഇപ്പോൾ ഹാങ്ഡ് മാൻ എനർജിയാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് നിങ്ങളെ സംബന്ധിച്ച് ചില ആളുകളുടെ ഉള്ളിൽ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആംബീഷ്യസ് ആയിരിക്കും, പക്ഷേ എന്നിരുന്നാലും മുന്നോട്ടേക്ക് പോകുന്നില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇന്നത് വേണം, അത് ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ലൈഫിൽ ആ ഒരു സ്വപ്നത്തിലേക്ക് ചെന്നെത്താൻ വേണ്ടുന്ന കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു പരിശ്രമം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഉൾഭയം തോറ്റുപോകുമെന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരിക്കാം. പല കാര്യങ്ങളും മുന്നോട്ടേക്ക് എളുപ്പത്തിൽ പോകാത്തതുകൊണ്ട് ഒരു പക്ഷേ മുന്നിൽ എന്തെങ്കിലും തടസ്സങ്ങൾ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവിടെ സ്റ്റക്കായിട്ട് നിന്നു പോവാണ്. അത് ആ തടസ്സത്തെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകണമെന്നുള്ളൊരു അതെങ്ങനെ എന്നുള്ളൊരു സംശയവും അങ്ങനെ ഉൾഭയവും കാരണം നിങ്ങൾ അതിനെ എതിർത്ത് തോൽപ്പിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു സ്റ്റക്ക് എനർജിയിലല്ല നിൽക്കേണ്ടത്. പലരും ആ ഒരു സ്റ്റക്കായിട്ട് ഒരു കൊച്ചു തടസ്സം അല്ലെങ്കിൽ ഒരു കൊച്ചു ചാലഞ്ച് വരുമ്പോൾ അവിടെ തങ്ങി നിൽക്കുന്നു. സ്റ്റക്കാണ്, എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ പരിശ്രമിക്കുകയും ആ തടസ്സം എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകാം. അല്ലാതെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുകയുള്ളൂ. ആരെങ്കിലും വന്ന് രക്ഷിക്കും, അല്ലെങ്കിൽ പലരെയും സംബന്ധിച്ചിടത്തോളം മറ്റെന്തിനെങ്കിലും ആശ്രയിച്ചിട്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും മറ്റെന്തെങ്കിലും നിങ്ങളെ സംരക്ഷിക്കാൻ വരുമെന്നുള്ള ചിന്ത മറികടന്ന് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നേടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. അത് കരിയർ ആയാലും ഇപ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങളായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു
മത്സര പരീക്ഷകളോ മറ്റെന്തെങ്കിലും തരത്തിൽ പരീക്ഷയിൽ ഒരിക്കൽ ഒന്ന് തോൽവി സംഭവിച്ചു എന്ന് വിചാരിച്ച് ഇനി ശ്രമിച്ചുകൂടാ എന്നുള്ളതല്ല. ഇനിയും നിങ്ങൾക്ക് ശ്രമിക്കാം. വീണ്ടും വീണ്ടും ശ്രമിച്ച് വിജയം കാണുന്നത് വരെ ശ്രമിക്കുക എന്നുള്ളത്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയ സാധ്യതയുണ്ട്. പക്ഷെ ആ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റുക. ഓക്കെ. 3 of Wands എനർജിയാണ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. ഈ ഒരു മാസം മാറി നിൽക്കാനുള്ളതോ തോറ്റു പിന്മാറാനുള്ളതോ അല്ല, മറിച്ച് എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള സമയമാണ്. കരിയർ ഓറിയൻറ്റഡ് ആയിട്ടും ആംബിഷ്യസ് ആയിട്ടും ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നതാണ്. അപ്പോൾ ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ 3 of Wands എനർജി കണക്ഷൻസ് ലൈഫിൽ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ സമയമാണ്. വളരെ വലിയ ഓപ്പർച്യൂണിറ്റി, അവസരം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ശരിയായിട്ടുള്ള ദിശയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന. പലരും ഒരു ലക്കി ബ്രേക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ശുഭാപ്തി വിശ്വാസം മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു യാത്ര പോകുന്നതാണ് ഒരു സക്സസ് ആണ്, വിജയമാണ്, ഒരു ജീവിതത്തിലൊരു മൈൽ സ്റ്റോൺ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ളൊരു സമയമാണ് ഈ ഒരു മാസം. അപ്പോൾ പ്രധാനപ്പെട്ട എന്തോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു. അത് ഇപ്പോൾ പുതിയ ജോലി, പ്രമോഷൻ, ശമ്പളവർദ്ധനം ഇങ്ങനെയുള്ള കാര്യങ്ങളാവാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റമാവാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ആ രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു എനർജി ആണ് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളത്. ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് പലരെ സംബന്ധിച്ച്. കുടുംബജീവിതവും ജോലി, വിദ്യാഭ്യാസം, ചില ആളുകൾ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അതിനുള്ളൊരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. പല രീതിയിലും ലൈഫ് പേർപ്പസ് എങ്ങനെയാണ്, നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം. പിന്നെ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെക്കുറിച്ചിട്ടൊരു നെഗറ്റീവ് ഫീലിംഗ് വരാതെ ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഭയങ്കരമായിട്ട് സ്റ്റക്കായിട്ട് ഇനി മുന്നോട്ടേക്ക് ഒന്നുമില്ല എന്നുള്ളൊരു ചിന്തയാകാം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ പേജ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ഇവിടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ എനർജറ്റിക്, ആ ഒരു പ്രായത്തിൽ നിൽക്കുന്ന യൂത്ത് യങ്സ്റ്റേഴ്സ് എന്നിൽ ഭയങ്കര എനർജി ഉള്ള സമയമാണ്. പല ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്നു. അതേപോലെ സ്പോർട്സ് പോലുള്ള കാര്യങ്ങളിൽ പങ്കെടുത്താൽ വിജയ സാധ്യത കൂടുതലായിരിക്കുന്ന സമയമാണ്. അങ്ങനെ നാഷണൽ സ്റ്റേറ്റ് ലെവലിലേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് വിജയസാധ്യത വളരെയധികം കൂടുതലായിട്ട് കാണിക്കുന്നു. അതേപോലെ മറ്റു തരത്തിൽ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന ആക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാധ്യതകൾ ഏറി നിൽക്കുന്നുണ്ട്. പിന്നെ പൊതുവേ ആളുകൾ ആ ഒരു പ്രായത്തിൻ്റേതായിട്ടുള്ളൊരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുന്നു. ഒരു എനർജി കൂടുതലായിരിക്കും ഉള്ളിൽ എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഫിസിക്കൽ എനർജി വളരെയധികം കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് പ്രായമായിട്ടുള്ളവർ അതേസമയം വേറൊരു നെഗറ്റീവ് ഫീലിലേക്കാണ്. അപ്പോൾ അവരൊന്ന് ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് വോൺസ് എനർജിയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം, ആഘോഷത്തിൻ്റെയൊക്കെ ഒരു സമയം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് എങ്ങനെയാണ് ആഗ്രഹിച്ച ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വയം ഭയങ്കര എന്തൊക്കെയോ കാര്യങ്ങളെ സംബന്ധിച്ച് ചെയ്തു തീർക്കണം എന്നുള്ളൊരു തോന്നലാണ്. അതുകൊണ്ട് പല കാര്യങ്ങളിലും ശുഭാപ്തി വിശ്വാസം ഉള്ളത് കൊണ്ടുമൊക്കെ പുതിയ ചില കാര്യങ്ങളൊക്കെ അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും ചില ആളുകളെ സംബന്ധിച്ച് ഒരു റിലേഷൻഷിപ്പ് ആവാം, പുതിയ ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നതാവാം. മറ്റു ചിലരെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിൽ പുതിയതായിട്ട് സംരംഭമോ മറ്റോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 9 of Pentacles എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ സാമ്പത്തികമായിട്ടും ഒത്തിരി മുകളിൽ നിൽക്കുന്ന ഒരു സമയമാണ് 9 of Pentacles എനർജി. ഒത്തിരി സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ വരുന്ന ഒരു സമയം ആണെന്ന് പറയാം. ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി എന്തിനെങ്കിലും കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഒരു ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. പേഴ്സണലി സ്വയം ഒരു സെൽഫ് വർത്ത് തോന്നുന്ന ഒരു സമയം കൂടിയിട്ടാണ് പലരെയും സംബന്ധിച്ചിടത്തോളം ഇത്. അതേപോലെ തന്നെ നിങ്ങൾ ചില കാര്യങ്ങളെ സംബന്ധിച്ചൊരു പൊതുവിൽ നിങ്ങൾ ചെറിയ രീതിയിൽ സിമ്പിളായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും ആഘോഷങ്ങൾ വളരെ ലാവിഷായിട്ട് കാര്യങ്ങൾ സന്തോഷങ്ങളും ഒക്കെ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുക ഒരു സാധ്യതയുണ്ട്. അപ്പോൾ കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും ആളുകളെയൊക്കെ വിളിച്ച് കൂട്ടി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയം. അപ്പം അതുകൊണ്ട് ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ
ഒരു മാസമായിരിക്കും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് സൂചിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.